ഇല്ല ഉടനെ വെക്കാം സാറേ, അത് പൊട്ടിപ്പോയ എന്താ ഡിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വൈബ്രേഷൻ കിട്ടുന്നില്ല. ആക്ച്വലി അത് നമുക്കെന്തോ മിസ് ചെയ്യുന്ന പോലെ തോന്നും. അപ്പോൾ ഇതാണ് ഇല വീഴാത്ത ചിറ, ഇല വീഴ പുഞ്ചിറ. ഈ സ്ഥലത്തിൻ്റെ ഒരു ഐതിഹ്യമുണ്ട്, സംഭവിച്ചൊരു കോമഡിയാണ്. ഹോണ്ടയുടെ ഒരു സൂപ്പർ റിഫൈൻഡ് ആയിട്ടുള്ള സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് ലോങ് സ്ട്രോക്ക് എഞ്ചിനാണ് ഇതിലിരിക്കുന്നത്. 348cc 5 സ്പീഡാണ്. ഇതുവരെയുള്ള യൂസർ എക്സ്പീരിയൻസിൽ വണ്ടിയുടെ ഒരു 2 പോസിറ്റീവ് നെഗറ്റീവും ചോദിച്ചായിരിക്കും പറയുന്നത്. നിങ്ങൾക്ക് ഇതിനെ വേണമെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റൈഡ് ആയിട്ടോ, ഇല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് വീഡിയോ ആയിട്ടോ, അല്ലെങ്കിൽ ഒരു ട്രാവലൊക്കെ ആയിട്ടോ, ഇനി അതും അല്ലെങ്കിൽ ഒരു ബൈക്കിൻ്റെ റിവ്യൂ ആയിട്ടോ കാണാം. സമയം ഇപ്പം 5 മണി. നമ്മൾ രാവിലെ ഒരു അടിപൊളി വണ്ടി ഓടിക്കാൻ വേണ്ടി തൊടുപുഴ വരെ പോവാണ്. സോ നമുക്ക് വന്ന രണ്ടാമത്തെ മെസ്സേജാണ്. നമ്മുടെ തൊടുപുഴയിൽ നിന്ന് നമ്മുടെ ഒരു ഫോളോവർ ഒരു CB350 RS ഓണർ ഹോണ്ട. ഞാൻ ഒത്തിരി ലുക്ക് ഫോർവേഡ് ചെയ്തിരുന്നൊരു വണ്ടിയാണെന്ന് ഓടിച്ച് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന്. ഇവിടുന്ന് ഒരു 90 കിലോമീറ്റർ പുറത്തുണ്ട് ഡെസ്റ്റിനേഷനിലേക്ക്. അപ്പോൾ നമ്മൾ രാവിലെ ഇറങ്ങി പുള്ളിയുടെ അടുത്ത് ചെന്ന് അവിടുന്ന് ഒരു ഡെസ്റ്റിനേഷൻ കവർ ചെയ്ത് തിരിച്ചുച്ചയ്ക്ക് പിന്നെ ഇങ്ങോട്ട് വരുന്ന രീതിയിൽ പോകാമെന്നോർത്താണ് വെളുപ്പിന് ഇറങ്ങിയിരിക്കുന്നത്. സോ ഇറ്റ് വിൽ ബി ഫൺ. നമുക്കെന്തായാലും ഒരു പാട്ടൊക്കെ വെച്ചങ്ങ് പോയേക്കാം. ഇടുക്കിയിൽ പള്ളികളിലൊക്കെ രാവിലെ ഇതുപോലെ പാട്ട് വെക്കും. അടിപൊളിയാണ്. രാവിലെ എണീക്കുന്ന ഒരു ആംബിയൻസിൽ ഒരു 5 മണിയാകുമ്പോൾ വെക്കും, 6 വരെ ഉണ്ടാവും. ചെറുതോണി കഴിഞ്ഞിട്ടുണ്ട്. ആനപ്പിണ്ടാണോ അത്? ഐ ഡോണ്ട് നോ. പക്ഷേ ഉണ്ട്. ഞാനൊരു പ്രാവശ്യം ലോറിയിൽ ഒരു പ്രാവശ്യം വരുമ്പം കണ്ടിട്ടുമുണ്ട്. കുളമാവ് ഡാം കഴിഞ്ഞിട്ടുണ്ട്. അറക്കുളം ഇനി പതിവില്ല. നമ്മൾ കറക്റ്റ് 7 മണിക്ക് മുന്നേ നമ്മുടെ പിക്കപ്പ് പോയിന്റിലെത്തും. അപ്പം നമ്മുടെ ഈ വീഡിയോ സീരീസിനെ പറ്റി അറിയാത്തവർക്ക് വേണ്ടി നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കും ദോസ് ഹു ആർ വില്ലിംഗ് ടു സ്വാപ്പ് ദെയർ ബൈക്സ് വിത്ത് മീ എനിക്ക് മെസ്സേജ് അയക്കാം. അങ്ങനെ വരുന്ന മെസ്സേജസിൽ നിന്ന് റാൻഡമായിട്ട് പിക്ക് ചെയ്യുന്ന ആളുമായിട്ട് എൻ്റെ ഈ ഡ്യൂക്ക് സ്വാപ്പ് ചെയ്ത് ഓടിക്കുന്നതായിരിക്കും. ഞാൻ ഓടിക്കാത്തതും റെയറുമായിട്ടുള്ള വണ്ടികൾക്കായിരിക്കും മുൻഗണന. എൻ്റെ ബൈക്ക് നിങ്ങൾക്ക് തരുന്നു, നിങ്ങളുടെ വണ്ടി ഞാൻ എടുക്കുന്നു, ഒരു റൗണ്ട് ട്രിപ്പ് അടിക്കുന്നു. യൂഷ്വലി 1 ഡേ ആണ് ചെയ്യാറ്. ഇനി 2-3 ദിവസം വണ്ടി കൈവെക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ഒരു നല്ല ബൈക്ക് പ്ലസ് ഫുൾ ടാങ്ക് പെട്രോളാണ് എൻ്റെ ഓഫർ. നിങ്ങളുടെ വണ്ടി എൻ്റെ അടുത്ത് 100% സേഫും ആയിരിക്കും. സോ ഇന്ന് നമുക്കൊരു ഹോണ്ട CB350 RS കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെല്ലുന്നു, വണ്ടി എടുക്കുന്നു, ട്രിപ്പ് അടിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ആൾ വന്നിട്ടുണ്ട്. നമുക്കെന്നാൽ പോയേക്കാം. നേരെ ഇലവിഴ പൂഞ്ചിറ പിടിക്കുമല്ലേ? റൂട്ട് ബ്രോയ്ക്ക് അറിയാമല്ലോ. ഓക്കെ ഓക്കെ. ഇറ്റ്സ് CB350 RS. ഇപ്പോൾ ആള് വന്നതും സംസാരിക്കുന്നതും ഒന്നും റെക്കോർഡായില്ല. എന്തായാലും വണ്ടി എടുത്തിട്ടുണ്ട്. മാനെ തമ്പി. അതാണ് അവിടെ ഡ്യൂക്ക് പോകുന്നു. ഇതൊരു ഹോണ്ടയുടെ CB350 RS ആണ്. ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ടു ഇലവിഴ പൂഞ്ചിറ. നിങ്ങളൊരു സിനിമയുടെ ഭാഗമായിട്ടൊക്കെ ലൊക്കേഷൻ കണ്ടിട്ടുണ്ടാകും. ഞാൻ മുമ്പൊരിക്കൽ പോയിട്ടുണ്ട്. നമ്മളിപ്പോൾ തൊടുപുഴയിൽ നിന്ന് മുട്ടൻ റൂട്ട് ഇലവിഴ പൂഞ്ചിറ പോകാനുള്ള പരിപാടിയാണ്. ആൻഡ് വാട്ട് ഇൻട്രസ്റ്റിംഗ് ഈസ് വി ഹാവ് എ വണ്ടർഫുൾ മെഷീൻ. അപ്പോൾ നമ്മുടെ മുട്ടത്തുനിന്ന് ഇപ്പം നമ്മൾ റൈറ്റ് എടുത്ത് കയറിയിട്ടുണ്ട്. നിങ്ങൾ തൊടുപുഴയിൽ നിന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ മുട്ടം ജംഗ്ഷനിൽ നിന്ന് റൈറ്റും, ഇടുക്കി റൂട്ടിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ U-ടേൺ ലെഫ്റ്റുമാണ് എടുക്കേണ്ടത്. സെക്കൻഡ് ഗിയറിലൊക്കെ സുഖമായിട്ട് നമുക്ക് നിർത്തിയെടുക്കാം. അതുപോലെ ലോ ആൻഡ് ടോർക്കുണ്ട്. ഇലവിഴ പൂഞ്ചിറ 9.5 കിലോമീറ്റർ. ഏത് സ്ഥലം? കാഞ്ഞിരങ്കവല. ഇപ്പോൾ സ്വാപ്പ് ചെയ്തിരിക്കുന്ന വണ്ടികൾ എന്ന് പറഞ്ഞാൽ രണ്ട് ജേണറിലുള്ള വണ്ടിയാണ്. അതാണെങ്കിൽ പീക്ക് പവർ അല്ലെങ്കിൽ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓവർ
7000 RPM ആണ്. പവർ 9250 RPMലാണ് പീക്ക് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇതായിക്കോട്ടെ 3000 RPMൽ പീക്ക് ടോർക്ക് കിട്ടും. ആൻഡ് ഇതൊരു ലോങ് സ്ട്രോക്ക് എഞ്ചിനാണ്, അതൊരു ഷോർട്ട് സ്ട്രോക്ക് എഞ്ചിനാണ്. എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. എനിക്ക് എന്തായാലും ഭയങ്കര ഗുഡ് ഫീലാണ്. ഈ കയറ്റവും കൂടെ ആയതുകൊണ്ട് ലോ എൻഡ് വല്ലാതെ അങ്ങ് സപ്പോർട്ട് ചെയ്യുന്ന പോലെ, പുള്ളിക്ക് ചിലപ്പോൾ വലിച്ച് കൊണ്ടുപോകുന്ന പോലെ ആയിരിക്കും തോന്നുന്നത്. നമുക്ക് ചോദിച്ചു നോക്കാം എന്തായാലും ചെല്ലുമ്പോൾ. ആൻഡ് റൈഡിങ് ഫീല് വളരെ റിലാക്സ്ഡ് ആണ്. വളരെ നൈസായിട്ടാണ്, ഭയങ്കര സ്മൂത്തായിട്ടാണ് വണ്ടി പോകുന്നത്. നൈസ് വഴി. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോണ്ടയുടെ സോ കോൾഡ് ബുള്ളറ്റ്. ആൾക്കാർ ഈ സൗണ്ട് വെച്ചിട്ടാണെന്ന് തോന്നുന്നു ഇവനെ ബുള്ളറ്റ് ആക്കി കളഞ്ഞത്. അപ്പോൾ എന്തായാലും മോഡേൺ റെട്രോ ലുക്സാണ്. ബൈക്ക് ഭയങ്കര പ്രീമിയം ആയിട്ട് തോന്നും. ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക് ഫോക്കാണ്, അത്യാവശ്യം സ്മൂത്ത് ആൻഡ് കംഫർട്ടബിൾ ആണ്. 310mm ഡിസ്ക് റോട്ടർ കാണാം. ഫ്രണ്ട് ബ്രേക്ക് ഈസ് മോർ ദാൻ ഇനഫ് ടു സ്റ്റോപ്പ് ദിസ് മെഷീൻ. ഫ്രണ്ടിൽ 100, ബാക്കിൽ 150 സെക്ഷൻ ടയേഴ്സുമാണ് വരുന്നത്. സ്റ്റോക്ക് വരുന്നത് MRFൻ്റെ സാപ്പർ നോൺ റേഡിയലാണ്. അത്യാവശ്യം ഗ്രിപ്പിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അപ്പോളോടെ ട്രാംബ്ലർ XRലേക്ക് സ്വിച്ച് ചെയ്യാം, കുറച്ചുകൂടെ ബെറ്റർ പെർഫോമൻസിന് വേണ്ടി. ആൻഡ് ഈ ബാഡ്ജിങ് ഒക്കെ കണ്ടോ, ഇതൊക്കെ കുറച്ചുകൂടി പ്രീമിയം ഫീൽ ആയിട്ടുണ്ട്. വണ്ടിയുടെ ഓവറോൾ പെയിൻറ്റ് ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിലും ഓക്കെയാണ്. ബാക്കി നമുക്ക് ഓടിച്ചിട്ട് സംസാരിക്കാം. കൺസോളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക്കാണ്. നമുക്ക് ടാക്കോമീറ്റർ വരുന്നില്ല, അതാണൊരു ഡ്രോബാക്കായിട്ട് പറയാൻ പറ്റില്ല. ടാക്കോമീറ്റർ വരുന്നില്ല. സ്പീഡോമീറ്റർ ഉണ്ട്, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട്, ടൈമുണ്ട്, ട്രിപ്പ് 1, ആവറേജ്, റേഞ്ച്, ബാറ്ററി വോൾട്ടേജ്, ടോട്ടൽ കിലോമീറ്റർ ആൻഡ് ട്രിപ്പ്. അത്യാവശ്യം ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്, കവറപ്പ് ആവുന്നുണ്ട്. ആൻഡ് എക്സോസ് നോട്ടൂടെ തമ്പിങ് ആണ്. എന്താ ഡിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വൈബ്രേഷൻ കിട്ടുന്നില്ല. ആക്ച്വലി അത് നമുക്കെന്തോ മിസ് ചെയ്യുന്ന പോലെ തോന്നും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ 350യുടെ കൂടെ ഒരു വലിയ എൻജിൻ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളൊരു ഫീല് കിട്ടുന്നുണ്ടായിരുന്നു. ഇതിൽ സത്യം പറഞ്ഞാൽ സൗണ്ട് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫീലില്ല. പക്ഷെ വണ്ടിക്ക് മൂവ്മെൻ്റ് ഉണ്ട്. വണ്ടിയൊക്കെ വല്ലാതെ ഇപ്പം നമ്മളിപ്പോൾ റെഡ് ലൈൻ ചെയ്യാന്നുണ്ടെങ്കിലും വണ്ടി അങ്ങനെ കുറച്ചധികം ഒച്ച ഉണ്ടാക്കുന്നതല്ലാതെ കേട്ടോ. വേറെ ഒരു ബിറ്റ് ഓഫ് വൈബ്രേഷനും വരുന്നില്ല. ഇതിൻ്റെ ഓണർ ഇതിൽ ആഫ്റ്റർ മാർക്കറ്റ് ഒരു വിൻഷീൽഡ് പ്രൊട്ടക്ഷനായിട്ട് ക്രാഷ് ബാസ്, ബാക്കിലൊരു ഗ്രാബ് റെയിൽ, ഹെഡ്ലൈറ്റ് അത്യാവശ്യം മോശമായതുകൊണ്ട് തന്നെ ഒരു സെറ്റ് ഫോഗ് ലാമ്പ് പ്ലസ് ഒരു ഹാൻഡിൽ ബാർ റൈസറും ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം പർപ്പസ്ഫുൾ ആയിട്ടുള്ള മോഡിഫിക്കേഷൻസ് ആണ്. പോസ്റ്ററാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. എന്ത് അപ്രൈറ്റ് ആണ് കേട്ടോ. ഞാൻ മുമ്പ് ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് സൺസെറ്റ് ആയിരുന്നു, അടിപൊളിയായിരുന്നു സൺസെറ്റ്. ഇപ്പോൾ വീണ്ടും സൺറൈസിന് വന്നിരിക്കുന്നു. പക്ഷെ തൊട്ടുപുഴ ഇത്ര അടുത്താന്ന് എനിക്ക് ഇതുവരെ അറിയില്ലായിരുന്നു. നമുക്ക് ജസ്റ്റ് ഒരു അരമണിക്കൂറിൽ ഇങ്ങോട്ട് എത്താവുന്ന കേസേ ഉള്ളൂ. ശരിക്കും ആ കുളം എവിടാ? നമുക്ക് അവിടെ ഒന്ന് പോകണം കേട്ടോ. ഞാൻ അന്ന് വന്നപ്പോഴും ഇവിടെ കയറി ഇറങ്ങിപ്പോയതേ ഉള്ളൂ. അതെയോ? ഇതിപ്പോൾ എത്ര നാളായി എടുത്തിട്ട്? അതെ, 17 എടുത്തു. എത്ര നാളായി? ഒരു വർഷം ആവുന്നു. ഇതെടുത്തേക്കാന്ന് വെച്ചാൽ എങ്ങനെയാ? CB350 ഞാൻ ഡൊമിനാർ നോക്കി, ഓടിച്ചു നോക്കി ഇഷ്ടപ്പെട്ടാണ് എനിക്ക്. ഓടിച്ചു നോക്കി. ഞാൻ നോക്കിയപ്പം വണ്ടിക്ക് പവറിനേക്കാൻ അതിനോട് ഇമ്പോർട്ടൻസ് കൊടുത്തത് റിഫൈനേജാണ്. എന്ത് സ്മൂത്ത് അല്ലേ. എനിക്കതങ്ങ് ഓടിച്ചിട്ട് വണ്ടി അങ്ങ് കയറുന്നതല്ലാതെ ഈ എക്സോസ്റ്റ് കേൾക്കുന്നതല്ലാതെ എനിക്ക് ആ ഒരു വേറൊന്നും സൗണ്ട് മാത്രം, വേറെ ഇറിറ്റേഷനായിട്ടൊന്നും വരുന്നില്ല. വണ്ടി കയറുന്നതല്ലാതെ വൈബ്രേഷൻ വരുന്നില്ല. അപ്പൊ എന്റെ ഫ്രണ്ടിലെ ചേട്ടന് ഹൈനസ് ഉണ്ട്, അത് 70 കിലോമീറ്റർ അടുത്ത് ഓടിയതാണ്. അത് ഞാൻ ഓടിച്ചു നോക്കിയപ്പോൾ ഈ സെയിം ഫീല്. ഓടിച്ചു നോക്കി ഇഷ്ടപ്പെട്ട് എടുത്തതാ. എനിക്ക് തോന്നുന്നത് അതെ, ഇത് ഓടിച്ചു കഴിഞ്ഞാൽ ഈ ടൈപ്പ് വണ്ടി നോക്കുന്ന ആരും എടുക്കാതിരിക്കാൻ സാധ്യതയില്ല. നമ്മൾ
ഞാൻ ഡൊമിനാർ വാങ്ങിച്ച് ഉറപ്പിച്ച വണ്ടിയായിരുന്നു. അപ്പൊ മെയിൻ്റെനൻസ് മൈലേജ് പിന്നെ പവർ വെച്ച് കൂടുതൽ നമ്മുടെ കയ്യിൽ നിൽക്കുന്നത് പണി കിട്ടുന്ന ഓർക്കുമ്പോഴാണ് അത് എനിക്കായിരുന്നു. പിന്നെ ചെറിയ സീറ്റ് എല്ലാത്തിനും ഓരോ ഡ്രോബാക്ക് ഞാൻ കഴിഞ്ഞ സർവീസ് ചെയ്തു. എനിക്ക് 4 gram മുകളിൽ കൊടുക്കുന്നു. 4000 പുറത്തായല്ലേ? അത് ഞാൻ പറയാം ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, ഫ്യൂൽ ഫിൽറ്റർ അതൊക്കെ അല്ലേ ഉള്ളൂ. പ്ലഗ് മാറിയിട്ടുണ്ടാവും. ഇല്ല, 4000 ആയല്ലേ? ഹെയർ സൈഡാണ്. ഇത് ബിഗ് വിങ്ങിലല്ലേ സർവീസ് ചെയ്യുള്ളൂ? ഞാൻ പുറമെ അന്വേഷിച്ചു, കുറേ അന്വേഷിച്ചു, നട്ടും പോയിട്ടില്ല അവിടെ സ്പെയർ കിട്ടാൻ. ഇപ്പൊ ഇത് ഇച്ചിരി ഫ്രണ്ടിലേക്ക് ലീൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് നടുവേന ലോങ് ഓടിക്കുമ്പോഴാണ്. പക്ഷെ പക്കയാട്ടോ, ആ ബ്രൈസർ വെച്ചേക്കുന്നുണ്ട്. ഇപ്പൊ പക്ക പോസ്റ്ററാ. ഇപ്പൊ വലിയ പുറമേന ഉണ്ടാവില്ല. നേരത്തെ അത്യാവശ്യം പെയിൻ ഉണ്ടാവും. നമ്മള് ഫ്രണ്ടിലേക്ക് ലീൻ ചെയ്ത് വെക്കണം. ലീൻ ആയിട്ട് എടുക്കുമ്പോഴേ ഫുൾ വെയിറ്റ് ഷോൾഡറിലേക്ക് നല്ല പെയിൻ ആയിരുന്നു. സീറ്റ് വെച്ചിട്ട് ടൈറ്റ് ആണെന്ന് തോന്നുന്നല്ലേ? സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം, പുഷ് ചെയ്യണം. ഇതൊക്കെ മറ്റേ മിന്നലേക്കാൻ വേണ്ടി വെച്ചേക്കുന്നതായിരിക്കും അല്ലേ? ആയിരിക്കണം. അപ്പം ഇതാണ് ഇല വീഴാത്ത ചിറ, ഇല വീഴ പുഞ്ചിറ. ഞാൻ മുമ്പ് പ്രാവശ്യം വന്നപ്പം ഈവനിങ് സൺസെറ്റ് ടൈമിലായിരുന്നു. അന്ന് ഇതിൻ്റെ വ്യൂ കിട്ടിയില്ല. ഇപ്പോഴാണ് സൺറൈസിൽ അടിപൊളിയായിട്ടുണ്ട്. ആ വഴി നോക്കി നിങ്ങളിങ്ങനെ നമ്മൾ കയറി വന്ന വഴിയാണിത്. ആൻഡ് വാവ്, നമുക്ക് എന്തായാലും അതിൻ്റെ അടുത്തേക്കൊന്ന് പോകണം. എന്നാൽ നമുക്ക് പയ്യെ താഴേക്ക് പോകാം അല്ലേ? ഇലവീഴ പൂഞ്ചിറ തടാകം. ഈ സ്ഥലത്തിനൊരു ഐതിഹ്യമുണ്ട്. സംഭവിച്ചൊരു കോമഡിയാണ്. പണ്ട് പാർവതി ദേവി കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ ദേവന്മാരാരോ മരത്തിൻ്റെ മറവിൽ മറഞ്ഞിരുന്ന് ഒളിഞ്ഞു നോക്കി. അപ്പോൾ ഇത് കണ്ട് ദേഷ്യം വന്ന ശിവൻ ഈ മലയിൽ മരങ്ങളെ ഇല്ലാതായി പോട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് ഈ മലയുടെ മണ്ടയിൽ മരങ്ങളൊന്നും ഇല്ലാതായതും ഇവിടെ ഉണ്ടായിരുന്ന ചിറ ഇല വീഴാത്ത പൂഞ്ചിറയായതും. സംഭവം ഈ ലാൻഡ്സ്കേപ്പിൻ്റെയും കാറ്റിൻ്റെയൊക്കെയാണ്. പിന്നെ ഇതൊരു ഇടിമിന്നലിന് വളരെ സാധ്യത കൂടിയ ഏരിയ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എൻട്രി പല സമയത്ത് റെസ്ട്രിക്റ്റ് ചെയ്യാറുമുണ്ട്. സാധാരണ ഈ അമ്പലത്തിനോടനുബന്ധിച്ചൊക്കെ അല്ലേ ഇങ്ങനെ ചിറകൾ ഉണ്ടാക്കാറ്? മനസ്സിലാകുന്നില്ല ഇവിടെ എന്തിനായിരിക്കും ഇത് ഇങ്ങനെ ഉണ്ടാക്കിയെന്ന്. എന്നാ നീങ്ങിയാലോ? ഒരു ചായ കുടിച്ചു പോയാലോ ഒന്ന്? സ്റ്റെബിലിറ്റി ഒക്കെ കണ്ടോ? ഓക്കെ കേസാണ്. നമ്മുടെ ഡ്യൂക്കിലൊക്കെ കൈ വിടുന്ന പോലെ ചുമ്മാ കൈ എടുത്തു കഴിഞ്ഞാൽ വണ്ടി നിന്നോളൂ. ഹോണ്ടയുടെ ഒരു സൂപ്പർ റിഫൈൻഡ് ആയിട്ടുള്ള സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് ലോങ് സ്ട്രോക്ക് എഞ്ചിനാണ് ഇതിലിരിക്കുന്നത്. 348cc 5 സ്പീഡാണ്. ആൻഡ് ഒരു 3000 RPM 30 Nm ഓഫ് ടോർക്കാണ് കൂടുതലായിട്ടുള്ളത്. ലോങ് സ്ട്രോക്കാണ്. ആൻഡ് 4000 RPM മറ്റോ 20 PS പവറാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 100നെ വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു 3 Nm ടോർക്ക് ഇതിൽ കൂടുതലാണ്. 100ൽ 27 Nm ടോർക്കേ ഉള്ളൂ. അതും 4000 RPM പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് കുറച്ചുകൂടി ഏർലി ആയിട്ട് 3000 RPM തന്നെ കൂടുതൽ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് ഡാം ഫൺ ആക്ച്വലി. നിങ്ങളിപ്പോൾ ഒരു 350cc എൻഫീൽഡിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു 350cc, അതിപ്പോൾ ഏതും ആയിക്കോട്ടെ, ക്ലാസിക്കോ, സ്റ്റാൻഡേർഡോ, മിറ്റിയോറോ, ഹൺഡ്രോ, ഏത് വണ്ടിയാണെങ്കിലും ആയിക്കോട്ടെ, ഹോണ്ട ഡി 350 ടെസ്റ്റ് ഡ്രൈവ് അടിച്ചിട്ട് ഡിസിഷൻ എടുക്കുക. പക്ഷേ എൻജിൻ ഐ തിങ്ക് യു ഗോണ ലവ് ഇറ്റ്.
ഹണ്ടറും ഈ ഹൈനസും തമ്മിൽ ഒരു 50,000-60,000 രൂപയുടെ അടുത്ത് വ്യത്യാസമുണ്ട്. ഇപ്പോൾ നിങ്ങൾ കുറച്ച് കൂടുതൽ എമൗണ്ട് കൊടുത്ത് വണ്ടി വാങ്ങിയാലും നിങ്ങൾ ഹസിൽ ഫ്രീ ആയിരിക്കും, ഹാപ്പി ആയിരിക്കും, ആൻഡ് ഇറ്റ്സ് സൂപ്പർ റിഫൈൻഡ് ആക്ച്വലി. എന്തായാലും ഹണ്ടറിനേക്കാളും കൂടുതൽ മൈലേജും ഇത് ഔട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. നമ്മുടെ ഓണർ പറഞ്ഞത് 35+ ഷുവറായിട്ട് കിട്ടുന്നുണ്ടെന്നാണ്. ആൻഡ് ഹൈവേയിലൊക്കെ ആണെങ്കിൽ 40+ കിട്ടുന്നുണ്ടെന്ന്. വൈബ്രേഷൻ ഇല്ലാതെ നമുക്ക് ഹൈ റെവിൽ ഓടിക്കാം. ഇനി അല്ലെന്നുണ്ടെങ്കിൽ ഇതൊരു ലോങ് സ്ട്രോക്ക് എഞ്ചിനാണ്. അത്യാവശ്യം ഒരു ഓണറാണേലും പറഞ്ഞത് ഒരു 80 ആണ് പുള്ളി പിടിക്കാറുള്ളൂ. ഓപ്പൺ റോഡാണെങ്കിൽ ഒരു 80 പിടിക്കാറുള്ളൂ. അത് ശരിയാണ്. ഇറ്റ്സ് ഡാം ഫൺ. ഓടിച്ചിടത്തോളം ഐ എം ഗോണ ലവ് ദിസ് മെഷീൻ. എന്തായാലും ഇതിൽ പെട്രോൾ കുറവാണ്. കുറച്ച് പെട്രോൾ അടിച്ചിട്ട് ഒരു 500 രൂപയ്ക്ക് അടിച്ചേക്കാം. ഏതാ ഈ എമൗണ്ടോ? ഇത് 10-300 രൂപയേ ഉള്ളൂ. ഇതിങ്ങനെ സ്ട്രാപ്പ് ചെയ്ത് വെക്കുക ചെയ്യുന്നത്, അങ്ങനെ വെച്ചാൽ മതി. അതെയോ? ഇതൊരെണ്ണം മേടിച്ചാൽ മതി, ചെറിയൊരെണ്ണം മേടിച്ചാൽ മതി. ഇതിൻ്റെ ആപ്പുണ്ട്. ഇത് ഇൻസ്റ്റാ 360യുടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അതിൽ കിട്ടും. അതിൽ എക്സ്പോർട്ട് ചെയ്തെടുക്കാം. ഓക്കെ, പോകാം. ഡക്ക് കണ്ടുകൊണ്ട് കൈ കാണിക്കുന്ന നിന്നെ കുഴപ്പമൊന്നുമില്ല, വണ്ടിക്കെല്ലാം ഉണ്ട്. എൻ്റെയാന്ന് പറഞ്ഞാൽ മതി, ഫ്രണ്ടാന്ന് പറഞ്ഞാൽ മതി. മിററില്ലാത്ത ഈ വണ്ടി കൈ കാണിച്ചില്ല. എന്തായാലും ഇത് ഇവിടെ ഇരിക്കട്ടെ. ഡ്യൂക്ക് കൈ കാണിച്ചു. ഇനി ആ മിററിനെ കടിച്ചു വിടുമെന്തോ. വണ്ടിയും പിടിച്ചു തൂക്കി. എന്തോ സാർ പൊട്ടിപ്പോയി സാറേ, മേടിക്കണോ? ഉടനെ മേടിക്കാനാ. എൻ്റെ വണ്ടിയാ സാറേ. എന്താ അത് സ്റ്റോക്ക് ക്ലാമ്പ് ഇത് തട്ടുന്നുണ്ടായിരുന്നു സാറേ, അതുകൊണ്ട് ഞാൻ മാറ്റി വെച്ചേക്കുന്നത്. എന്നാണെങ്കിലും സംഭവം ഇവിടെ തന്നെ ഇരുന്ന്. കിട്ടും സാറേ, എനിക്ക് പെറ്റിയൊക്കെ അടിക്കുന്ന. അതെയോ? എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ വന്ന് ഭയങ്കരമായിട്ട് ഒരയുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഒരു ക്ലാമ്പിൽ മാറ്റി വെച്ചെന്നേ ഉള്ളൂ. പക്ഷേ സ്റ്റോക്ക് നമ്പർ പ്ലേറ്റ് തന്നെയാണ്. അതെ അല്ലേ? അല്ല, അങ്ങനെ വരുമ്പോഴേ ഇവിടെ ഇടിക്കുന്നത്. ഓക്കെ സാറേ. ഉടനെ വെക്കും സാറേ. നോക്കി കൊണ്ടുപോകുന്നത് സാറേ, ഡീലായിട്ടൊന്നും കൊണ്ടു നടക്കണം എന്നുള്ളതല്ല. വണ്ടി നന്നായിട്ട് തന്നെ കൊണ്ടു നടക്കണം. ഇല്ല, ഉടനെ വെക്കാം സാറേ. അത് പൊട്ടിപ്പോയ ഹാപ്പി. ഞാൻ പറഞ്ഞല്ലേ പൊക്കോന്ന്. അങ്ങനെ ഐശ്വര്യമായിട്ട് ഒരു പെറ്റി അടച്ചിട്ടുണ്ട്. ഒരാവശ്യമില്ല. അതെ അല്ലേ? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. മിററില്ലാത്ത ഈ വണ്ടി പോയി. ഞങ്ങൾ പാസ് ചെയ്തതാണ് ആക്ച്വലി. ഒരു ഓറഞ്ച് കളർ കണ്ട്
എൻ്റെ നമ്പർ പ്ലേറ്റ് താത്തി ആവശ്യമാക്കുന്നുണ്ട്. എനിക്കറിയില്ല അതിൻ്റെ ലോജിക്ക് എന്താന്ന്. KTM-നോട് മാമന്മാർക്ക് ഒരു പ്രത്യേക സ്നേഹമാണ്, അതുകൊണ്ട് കാണിച്ചാണ്. ഒരു ആവശ്യമില്ലായിരുന്നു, ഞാൻ നിർത്തേണ്ട ആവശ്യമില്ല, എന്നെ അവർ മൈൻഡ് പോലും ചെയ്തില്ലായിരുന്നു. പിന്നെ നമ്മുടെ ഒരു ജെന്യൂനിറ്റിക്ക് നിർത്തിയതാണ്. അതിന് 250 രൂപയും കിട്ടി. ഹാപ്പി. എന്തായാലും മയമുള്ളവരാണ്. രണ്ടുപേർക്ക് കൂടെ കോംബോ ആയിട്ട് 250 അടിക്കാമെന്നാണ് പറഞ്ഞ്. എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ നമ്മളൊരു 60 കിലോമീറ്റർ അടുത്ത് ഓടിയിട്ടുണ്ട്. തിരിച്ചെത്തി. ആൻഡ് വി ആർ ഇൻ എ നൈസ് ലൊക്കേഷൻ. മലങ്കര ഡാം കാച്ച്മെൻറ്റ് ഏരിയയിലാണ്. എന്തായാലും താങ്ക്സ് ബഡി, ഇങ്ങനൊരു വണ്ടി അറേഞ്ച് ചെയ്ത് തന്നതിന്. അപ്പോൾ കുറച്ച് കാര്യങ്ങളോട് ഈ CB350 എടുത്തത് ഓടിച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടാന്ന് പറഞ്ഞു. ഇതുവരെയുള്ള യൂസർ എക്സ്പീരിയൻസിൽ വണ്ടിയുടെ ഒരു 2 പോസിറ്റീവ് നെഗറ്റീവ് ചോദിച്ചായിരിക്കും പറയുന്നത്. ആ പോയിന്റിലാണ്, അതിൽ സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, വേറെ വലിയ മേജറായിട്ടുള്ള പണികൾ കാര്യങ്ങൾ ഇല്ല. അപ്പം നെഗറ്റീവ് ചോദിച്ചാലോ? ബാക്ക് ബ്രേക്ക് ഈ ട്വിൻ ഷോക്ക് ആയതുകൊണ്ടായിരിക്കും അത്ര സെറ്റപ്പ് അല്ലേ. സീറ്റും അത്യാവശ്യം ഹാർഡാന്ന് തോന്നുന്നല്ലേ. ഡ്യൂക്ക് എങ്ങനെ തോന്നി? കൈ കൊടുക്കുമ്പോൾ ഉണ്ടല്ലേ. ഹാൻഡ്ലിംഗ് ഒക്കെ ആണെങ്കിലും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും താങ്ക്സ്. വീഡിയോ ഉടനെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കാണാം കേട്ടോ. ശരി. ഇതിനുള്ളൊരു വൈബ്രേഷൻ പോലും ഹോണ്ടയിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് സർപ്രൈസ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ബൈക്ക് സ്വപ്പ് ചെയ്ത് ഓടിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം. റയർ ബൈക്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എത്ര ലോങ് ആയാലും ഞാൻ വന്ന് വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇപ്പോൾ കുറച്ച് മെസ്സേജസ് പെൻഡിങ് ആയി കിടപ്പുണ്ട്. സോറി ഫോർ ദാറ്റ്. ഒരുപാട് മെസ്സേജസ് വരുന്നതുകൊണ്ടാണ് എല്ലാവരും ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റാത്തത്. ഇപ്പോൾ നമ്മൾ എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ള ബൈക്കുകളുടെ വീഡിയോ ആദ്യം ചെയ്യാമെന്നോർത്താണ്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. അപ്പം നിങ്ങൾ ചെയ്ത സപ്പോർട്ടിനൊക്കെ ഒരുപാട് താങ്ക്സ്. അപ്പോൾ റൈഡ് സേഫ്. ഓക്കെ, ബൈ.